ധർമ്മട മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ പത്രിക സമർപ്പിക്കും. ഇന്നലെ പത്തനാപുരം ഗാന്ധി ഭവൻ അന്തേവാസികൾ മുഖ്യമന്ത്രിക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറിയിരുന്നു. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, കാര്യമായ റോഡ് ഷോ പരിപാടികളോടെയാണോ പത്രികാ സമർപ്പണം? ഗോകുൽ, ദിന പ്രകടനത്തോടെയാകും മുഖ്യമന്ത്രി ഇന്ന് തലശ്ശേരി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക നൽകുക. കണ്ണൂർ ജില്ലയിൽ പിണറായി വിജയനാണ് ആദ്യമായി പത്രിക നൽകുന്ന LDF സ്ഥാനാർത്ഥി. മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണം തുടങ്ങിയെങ്കിലും പിണറായി വിജയനാകും ആദ്യമായി പത്രിക നൽകുക. ഇന്നലെ പത്തനാപുരം ഗാന്ധി ഭവനിലെ അന്തേവാസികൾ അവിടുത്തെ അമ്മമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കെട്ടിവെക്കാനുള്ള തുക കൈമാറിയത്. ഇന്നലെ ധർമ്മടത്ത് ചേർന്ന LDF കൺവെൻഷനിലായിരുന്നു ഈ പണം കൈമാറിയത്. അതിനുശേഷമാണ് ഇന്ന് പത്രിക നൽകാൻ തീരുമാനിച്ചത്. ഇത് 3ാം തവണയാണ് പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് ജനവിധി തേടുന്നത്. മുമ്പ് 3 തവണ കൂത്തുപറമ്പിൽ നിന്നും 1 തവണ പയ്യന്നൂരിൽ നിന്നും മുഖ്യമന്ത്രി ജനവിധി തേടി നിയമസഭയിൽ എത്തിയിരുന്നു. അതിനുശേഷമാണ് 2016 അദ്ദേഹം ധർമ്മടത്തേക്ക് മാറുന്നത്. തുടർച്ചയായ 2 മത്സരങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം ജയിച്ചത്. 3ാം തവണ ജനവിധി തേടുന്നത് 3ാം ഊഴത്തിന് കൂടിയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.